കഴിഞ്ഞ വർഷം മുതൽ സ്പെയിനിൽ ജനിച്ച 11 കുഞ്ഞുങ്ങളിൽ അസാധാരണ രോമവളർച്ച കണ്ടെത്തിയതായി നവാര ഫാമക്കോ വിജിലൻസ് സെന്ററിന്റെ റിപ്പോർട്ട്. മുടികൊഴിച്ചിലിന് മരുന്ന് കഴിച്ച മാതാപിതാക്കൾക്കാണ് അസാധാരണ രോമവളർച്ചയുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചത്. സ്പെയിനിലാണ് സംഭവം. കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളിൽ വലിയ തോതിലുള്ള രോമവളർച്ച ഉണ്ടാകുന്നതാണ് ഹൈപ്പർ ട്രൈക്കോസിസ് എന്നും അറിയപ്പെടുന്ന വൂൾ സിൻഡ്രോം. 5% ടോപ്പിക്കൽ മിനോക്സിഡിൽ അടങ്ങിയ മുടികൊഴിച്ചിലുള്ള മരുന്ന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ച മരുന്നാണ് മിനോക്സിഡിൽ. പ്രായവുമായി ബന്ധപ്പെട്ട മുടികൊഴിച്ചിൽ അനുഭവിക്കുന്നവർക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഈ മരുന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഹൈപ്പർ ട്രൈക്കോസിസ് സാധാരണയായി വേവ്ഗോൾഡ് സിൻഡ്രോം എന്നും അറിയപ്പെടുന്നുണ്ട്. മുഖത്തും കൈകളിലും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും 5 സെന്റിമീറ്റർ വരെ നീളമുള്ള രോമം വളരുന്നതാണ് പ്രധാന ലക്ഷണം. നിലവിൽ ഹൈപ്പർ ട്രൈക്കോസിസിന് ചികിത്സ ലഭ്യമല്ല. ഇത് ബാധിച്ചവർ രോമവളർച്ച നിയന്ത്രിക്കുന്നതിന് ഷേവിംഗ്, വാക്സിൻ തുടങ്ങിയ രീതികളെ ആശ്രയിക്കേണ്ടതായും വരും. രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളിൽ നടത്തിയ പഠനത്തിൽ നിന്നാണ് മുഴുവൻ പേരും മിനോക്സിഡിൽ അടങ്ങിയ എണ്ണ, ക്രീം, മരുന്ന് എന്നിവ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഈ മരുന്നിന്റെ പ്രവർത്തന ഫലമായി കുട്ടികളുടെ കൈകാലുകൾ, പുറം, മുഖം തുടങ്ങി എല്ലാ ഭാഗത്തും അമിതമായ രോമം വളരും. മുടി പോലെയായിരിക്കും ഇവയുടെ വളർച്ച. കുട്ടികളുടെ ഉള്ളിലേക്ക് വായ വഴിയും അല്ലാതെയും ഈ മരുന്ന് എത്തുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ലോകത്ത് ഇതാദ്യമായിട്ടല്ല വെയർവൂൾഫ് സിൻഡ്രം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മലേഷ്യയിലും സമാന കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2023 2 മാസം പ്രായമുള്ള കുഞ്ഞിലായിരുന്നു പെട്ടെന്ന് ഈ രോഗാവസ്ഥ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴാണ് കുഞ്ഞിന്റെ പിതാവ് 5% മിനോക്സിഡിൽ ഉപയോഗിച്ചതായി ആരോഗ്യ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. ഈ ചികിത്സ നിർത്തിയ ശേഷം കുട്ടിയുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറുകയും ചെയ്തു. അതുപോലെ സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ കേസുകളിലും കുട്ടികളെ പരിചരിക്കുന്നവർ മിനോക്സിഡിൽ ലായനി ഉപയോഗിക്കുന്നത് നിർത്തിയതോടെ കുഞ്ഞുങ്ങളുടെ അമിത രോമവളർച്ച കുറഞ്ഞതായി കണ്ടെത്തി.